പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്ക് 3ാമത്തെ അധ്യായം അമ്മ എന്നെഴുതാമോ കമ്പ്യൂട്ടറിൽ, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനായി ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് റൈറ്റർ എന്ന രീതിയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് വരും. ഒരുപാട് സെറ്റിംഗ്സ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കാം. അതിനുശേഷം കീബോർഡിൽ പോയി അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തു കൊടുക്കാം. ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ക്യാപ്സ് ലോക്ക് ഓൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടായിരിക്കാം ടൈപ്പ് ചെയ്തത്. തുടർന്ന് വന്നത് ചെറിയ അക്ഷരങ്ങളാണ്. ക്യാപ്സ് ലോക്ക് ഓഫ് ആയിരിക്കാം. നമുക്ക് ഇതല്ല വേണ്ടത്. മലയാളം ഫോണ്ട് ടൈപ്പിംഗ് ആണ് കറക്റ്റായി പഠിക്കേണ്ടത്. അതിനായിട്ട് ഡെസ്ക്ടോപ്പിൽ വലതുവശത്ത് മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മലയാള ഭാഷ സെലക്ട് ചെയ്യുക. തുടർന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതിയ ക്രമത്തിൽ ഓരോ അക്ഷരങ്ങളായി ലിബർ ഓഫീസിലേക്ക് ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് ആ എന്ന അക്ഷരം കിട്ടാനായി ഷിഫ്റ്റോട് കൂടി ഡി എന്ന ഇംഗ്ലീഷ് അക്ഷരം അടിക്കേണ്ടതുണ്ട്. അതുപോലെ ആ എന്ന അക്ഷരം കിട്ടാൻ ഷിഫ്റ്റോട് കൂടി ഇ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയ മലയാള അക്ഷരങ്ങളുടെ ലേഔട്ടിൻ്റെ ഒരു ചിത്രം ഒന്നുകൂടെ നിങ്ങളെ കാണിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണിത്. ഇതിൽ ഓരോ വിരലുകളും ഏതൊക്കെ രീതിയിൽ സഞ്ചരിക്കണമെന്ന്, ഏതൊക്കെ രീതിയിൽ ടൈപ്പ് ചെയ്യണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കീയാണ് ഷിഫ്റ്റ് കീ. അതാണ് ഓരോ കീയും പ്രതിനിധാനം ചെയ്യുന്ന അക്ഷരങ്ങളിൽ നിന്ന് ഏത് വേണം എന്ന് നിയന്ത്രിക്കുന്നത്. ഓണക്കാലമല്ലേ വരുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ 41ാമത്തെ പേജിൽ കുറേ വാക്കുകൾ ടൈപ്പ് ചെയ്യാനുണ്ട്. നമുക്കൊരു പൂവിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. തുമ്പ ഓണവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പൂവാണ്. ത എന്ന അക്ഷരത്തിന് വേണ്ട എൽ, അതുപോലെ ഉ എന്ന ചിഹ്നത്തിന് വേണ്ട ജി, സി എന്നത് മ എന്ന അക്ഷരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മ പ്ലസ് പ എന്നതാണല്ലോ ബ എന്ന അക്ഷരം. അതുപോലെ ഡി എന്ന അക്ഷരം ഇ എന്ന ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ പ എന്ന അക്ഷരത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എച്ച്, തുമ്പ. ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്കുകളുണ്ട്. ഇനി വീണ്ടും നാം കീബോർഡിലേക്ക് തന്നെ വരികയാണ്. ഈ ലേഔട്ടിലെ ഷിഫ്റ്റിൻ്റെ സ്ഥാനം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഓരോ വിരലുകളും ഏതൊക്കെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ 39, 40 പേജുകളിൽ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു വർക്ക് കൂടിയാണിത്. ടെക്സ്റ്റ് ബുക്കിലെ 39, 40 പേജുകളിൽ പറയുന്ന ചില വർക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. വലത് നടുവിരൽ, വലത് മോതിരവിരൽ, വലത് ചെറുവിരൽ, വലത് ചെറുവിരൽ നീട്ടി ടൈപ്പ് ചെയ്യേണ്ടത്, വലത് ചൂണ്ടുവിരൽ. ഇവ കൊണ്ടൊക്കെ ടൈപ്പ് ചെയ്യേണ്ട അക്ഷരങ്ങൾ കണ്ടെത്തി ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക എന്ന വർക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ 40ാമത്തെ പേജിൽ വലത് ചൂണ്ടുവിരൽ നീട്ടി ടൈപ്പ് ചെയ്യേണ്ടത്, ഇടത് നടുവിരൽ, ഇടത് ചൂണ്ടുവിരൽ, ഇടത് ചൂണ്ടുവിരൽ നീട്ടി ടൈപ്പ് ചെയ്യേണ്ടത്, ഇടത് മോതിരവിരൽ തുടങ്ങി താഴെ കൂട്ടക്ഷരങ്ങൾ, തൊട്ടടുത്ത പേജിൽ ചില്ലക്ഷരങ്ങൾ എന്നിവയൊക്കെ കാണാം. നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്ത തുമ്പ എന്ന വാക്കിലേക്ക് വരാം. അതിൻ്റെ വ്യത്യസ്ത ഫോണ്ടുകൾ നാം പരിചയപ്പെടണം. ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ നിന്ന് ചിലങ്ക, അഞ്ജലി തുടങ്ങി ധാരാളം ഫോർമാറ്റുകളിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. ടെക്സ്റ്റ് ബുക്കിലെ 44ാമത്തെ പേജിൽ ഫോണ്ടുകളുടെ പട്ടിക പരിശോധിച്ച് ചുവടെ കാണുന്ന കോളം പൂരിപ്പിക്കുക എന്ന് നമുക്ക് കാണാൻ കഴിയും.
അതിൽ രചന, ചിലങ്ക, മീര തുടങ്ങിയ ചിലതൊക്കെ ചേർത്തിട്ടുമുണ്ട്. അതുപോലെ വേറെയും ഫോർമാറ്റുകൾ, അക്ഷരങ്ങൾക്ക് ഫോണ്ട് നൽകാം, ഇറ്റാലിക്സ് നൽകാം, താഴെ അണ്ടർലൈൻ നൽകാം. ഇതുപോലെയുള്ള ഒരുപാട് സെറ്റിങ്സ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കളറ് വേണമെങ്കിൽ നമുക്ക് ഫോണ്ടുകൾക്ക് കളറുകളും നൽകാൻ കഴിയുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ അവസാന വർക്കിലേക്ക് കടക്കുകയാണ്. ഹിന്ദി ഭാഷ കൂടി ഇൻപുട്ട് സോഴ്സായി നമുക്ക് നൽകാം. അതിനായി മുകളിൽ വലത് വശത്ത് കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ടെക്സ്റ്റ് എൻട്രി സെറ്റിംഗ് എടുത്ത് പ്ലസ് ബട്ടൺ ചേർത്തുകൊണ്ട്, പ്ലസ്സിൽ ചേർത്തുകൊണ്ട് നമുക്ക് ഹിന്ദി അവിടെ ആഡ് ചെയ്യാൻ കഴിയും. അത്യാവശ്യ ഭാഷകൾക്ക് മോർ എന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ച് ചെയ്യുകയോ അതല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഭാഷ കണ്ടെത്തി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്.